ഭാഗം 3. ഓർമ്മയിലൊരു സ്കൂൾ ദിനം. പ്രസിദ്ധ ശാസ്ത്രജ്ഞയായതിനു ശേഷവും മാഡം ക്യൂറിയുടെ മനസ്സിൽ ഒരു പഴയ സ്കൂൾ ദിനത്തിൻ്റെ ഓർമ്മ തങ്ങി നിന്നു. മാരിയ അന്ന് ചെറിയ സ്കൂൾ കുട്ടി. ക്ലാസ് ടീച്ചറുടെ കണ്ണിലുണ്ണിയും അതേസമയം പേടി സ്വപ്നവുമായിരുന്നു മാരിയ. എന്തെന്നാൽ ബുദ്ധിമതിയും സുന്ദരിയുമായ മാരിയ ധീരയും സ്വതന്ത്രമായി വെട്ടിത്തുറന്ന് അഭിപ്രായം പറയുന്നവളുമായിരുന്നു. മിസ് ദ്യുബൽസ്ക ആയിരുന്നു ടീച്ചർ. രഹസ്യമായി പോളിഷ് ചരിത്രം പോളിഷ് ഭാഷയിൽ അവർ പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് തീരെ നനച്ചിരിക്കാത്ത സമയത്ത് റഷ്യക്കാരനായ സ്കൂൾ ഇൻസ്പെക്ടർ പരിശോധിക്കാനെത്തി. സ്കൂളുകളിൽ പോളിഷ് ഭാഷ കർശനമായി നിരോധിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഇൻസ്പെക്ടർ വന്നപ്പോൾ തനിക്കുണ്ടായ പരിഭ്രമം ഒതുക്കി മിസ് ദ്യുബൽസ്കയെ തൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിമതിയായ മാരിയെ വിളിച്ച് റഷ്യൻ ഭാഷയിൽ ചോദ്യം ചോദിച്ചു. ടീച്ചർ, മാരിയ പറയൂ, നമ്മുടെ മഹത്തായ റഷ്യൻ സാമ്രാജ്യത്തെ ഭരിച്ച ചില സർ ചക്രവർത്തിമാരുടെ പേരുകൾ. മാരിയ: കാതറീൻ രണ്ടാമൻ, പോൾ ഒന്നാമൻ, അലക്സാണ്ടർ ഒന്നാമൻ, നിക്കോളാസ് ഒന്നാമൻ, അലക്സാണ്ടർ രണ്ടാമൻ. ഇൻസ്പെക്ടർ: മതി, ഇനി പറയൂ, സർ ചക്രവർത്തിയുടെ ആദരവ് സൂചിപ്പിക്കുന്ന സംബോധന എന്ത്? മാരിയ സ്ഫുടമായ റഷ്യൻ ഉച്ചാരണത്തിൽ പറഞ്ഞു: വീലിക്കേസ്തവോ. ഇൻസ്പെക്ടർക്ക് സന്തോഷമായി. വീലിക്കേസ്തവോ എന്നാൽ ഇംഗ്ലീഷിൽ ഹിസ് ഹൈനസ് എന്നതിന് തുല്യമായ പദമായിരുന്നു. നല്ല സ്കൂൾ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ പോയി. ടീച്ചർ മാരിയെ വിളിച്ച് മാറോട് അണച്ചുകൊണ്ട് പറഞ്ഞു: മിടുക്കി കുട്ടി, നീ നമ്മുടെ എല്ലാം രക്ഷയ്ക്കെത്തിയല്ലോ. മറ്റേതൊരു കുട്ടിയായിരുന്നെങ്കിലും പെട്ടെന്നുള്ള ഭാഷാമാറ്റം വരുമ്പോൾ പതറിപ്പോകുമായിരുന്നു. പക്ഷേ മാരിയ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. തൻ്റെ മനസ്സിൽ വൈദേശിക ഭരണാധികാരിയോടുള്ള അമർഷം നിയന്ത്രിച്ചാണ് അവൾക്ക് റഷ്യൻ ഭാഷയിൽ റഷ്യൻ ചക്രവർത്തിയെ പുകഴ്ത്തേണ്ടി വന്നത്. അപമാനിതയായതുപോലെയാണ് മാരിയ സ്വയം കരുതിയത്. ടീച്ചറുടെ അഭിനന്ദനം കൂടി കേട്ടപ്പോൾ സങ്കടവും തെല്ലൊരു സന്തോഷവും പരിഭ്രമവും എല്ലാം ആ പിഞ്ചു മനസ്സിൽ നിറഞ്ഞു. പാവം പൊട്ടിക്കരഞ്ഞു പോയതായിരുന്നു. പോളിഷ് ഭാഷ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ഔദ്യോഗികമായി നിരോധിച്ച് അധ്യയന മാധ്യമം റഷ്യൻ ഭാഷയാക്കി. വിദ്യാർത്ഥികളെ ഇത് കുറച്ചൊന്നുമല്ല കുഴക്കിയത്. വാർസാവിൽ നോവലിപ്സ്കി തെരുവിലെ പാഠശാലയിലെ അധ്യാപകനായിരുന്നു പ്രൊഫസർ സ്ക്വോദോവ്സ്കി. ആ സ്കൂളിൻ്റെ മാനേജർ റഷ്യക്കാരനായ ഇവാനോവ് ആയിരുന്നു. ഇയാൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും വാശിയും കാർക്കശ്യവും കൂടുതലുണ്ടായിരുന്നു. കുട്ടികൾ എഴുതുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന റഷ്യൻ ഭാഷയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുകയും ചിലപ്പോൾ ശിക്ഷിക്കുകയും ആയിരുന്നു അയാളുടെ മുഖ്യ വിനോദം. പക്ഷേ പലപ്പോഴും ഇവാനോവിൻ്റെ ഭാഷയിലും തെറ്റുകൾ ഉണ്ടാകും. ഒരിക്കൽ പ്രൊഫസർ സ്ക്വോദോവ്സ്കി ഇക്കാര്യം സൂചിപ്പിച്ചു: മിസ്റ്റർ ഇവാനോവ്, താങ്കളും പലപ്പോഴും ഭാഷാപരമായ തെറ്റുകൾ വരുത്തുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ വരുത്തുന്ന തെറ്റുകളെ ഇത്ര ഗൗരവത്തിലെടുക്കുന്നത് ശരിയാണോ? ഇതിൻ്റെ ഫലം ഇവാനോവിൻ്റെ ശത്രുതയായിരുന്നു. ശമ്പളം വെട്ടിക്കുറച്ച് അയാൾ സ്ക്വോദോവ്സ്കിയെ ശിക്ഷിച്ചു. മാഡം ക്യൂറിയുടെ കുട്ടിക്കാലത്ത് റഷ്യൻ ഭാഷ, സർ ചക്രവർത്തി, ശിക്ഷ, സൈബീരിയയിലേക്ക് നാടുകടത്തൽ, പോലീസ്, അട്ടിമറി മുതലായ വാക്കുകൾ എപ്പോഴും വീട്ടിലും പുറത്തും കേൾക്കുമായിരുന്നു അത്രേ. ശമ്പളം വെട്ടിക്കുറച്ചത് പ്രൊഫസർ സ്ക്വോദോവ്സ്കിക്ക് വലിയ ഒരു ആഘാതമായി തീർന്നു. നിത്യവൃത്തി കഴിക്കാനായി വീടിൻ്റെ ഒരു ഭാഗം രഹസ്യ സ്കൂളാക്കി മാറ്റി. വീണ്ടും സർവത്ര ബഹളം. ഒരു ഭാഗത്ത് ക്ഷയരോഗിണിയായ ഭാര്യയും 5 മക്കളും, മറുഭാഗത്ത് രഹസ്യ സ്കൂളിലെ കുട്ടികളുടെ കലപില ബഹളവും. ഭാഗം 4. ബ്രോണിയ ചേച്ചി. ബ്രോണിയ സ്ക്വോദോവ്സ്ക. മാരിയയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള കൂടപ്പിറപ്പ് ബ്രോണിയ ആയിരുന്നു. ബ്രോണിയ എന്നത് ഓമന പേരാണ്. മുഴുവൻ പേര് ബ്രോണിസ്ലാവ എന്നായിരുന്നു. സ്ക്വോദോവ്സ്ക കുട്ടികളുടെ അമ്മയുടെ പേരും ബ്രോണിസ്ലാവ എന്ന് തന്നെയായിരുന്നു. 1865 മാർച്ച് 18-നാണ് ബ്രോണിയ ജനിച്ചത്. മാരിയെപ്പോലെ പഠിക്കാൻ മിടുക്കിയായിരുന്നു ബ്രോണിയയും. ആദ്യം ഉപരിപഠനത്തിനായി പാരീസിലേക്ക് പോയത് ബ്രോണിയ ആയിരുന്നു. വൈദ്യശാസ്ത്രമായിരുന്നു പഠന വിഷയം. പാരീസിൽ വെച്ച് ഡോക്ടർ
കാസിമിർസ്ദുസ്ക എന്ന പോളണ്ടുകാരനുമായി പരിചയപ്പെട്ടു. പരിചയം വളർന്ന് പ്രണയമായി. ഒടുവിൽ അവർ വിവാഹിതരായി. പിന്നീട് ബ്രോണിയയുടെ സഹായത്തോടെയാണ് മാരിയയും ഉപരിപഠനത്തിന് പാരീസിലെത്തിയത്. സഹോദരിമാർ തമ്മിൽ ഗാഢമായ സ്നേഹബന്ധം ആജീവനാന്തം പുലർത്തിയിരുന്നു. മദം ക്യൂറിയുടെ ജീവിതത്തിൽ പിയർ ക്യൂറി കഴിഞ്ഞാൽ ഏറ്റവും നിറഞ്ഞു നിന്നത് ബ്രോണിയ ചേച്ചിയായിരുന്നു. സ്ക്വദോസ്ക സഹോദരിമാർ തമ്മിൽ ഒരു കരാർ. ബ്രോണിയയും മാരിയയും അതിബുദ്ധിമതികളാണെന്ന് പിതാവ് പ്രൊഫസർ സ്ക്വദോവ്സ്കിക്ക് അറിയാമായിരുന്നു. എന്നാൽ അവർ രണ്ടുപേരെയും ഉപരിപഠനത്തിനായി പാരീസിലേക്ക് അയക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം തികയുമായിരുന്നില്ല. രണ്ടുപേർക്കും ഉപരിപഠനം ഫ്രാൻസിൽ തന്നെ വേണമായിരുന്നു. അതായിരുന്നു അവരുടെ ആഗ്രഹം. കുറച്ചു തുക മാത്രമേ ബ്രോണിയയ്ക്ക് നൽകാൻ പിതാവിന് പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യം ബ്രോണിയയ്ക്കും മാരിയയ്ക്കും അറിയാമായിരുന്നു. ബ്രോണിയയും മാരിയയും തമ്മിൽ അഗാധമായ സ്നേഹബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ച ശേഷം മാരിയ പറഞ്ഞു, ആദ്യം ചേച്ചി പോകൂ. ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും മറ്റ് പല ജോലികൾ ചെയ്തും പണമുണ്ടാക്കി ചേച്ചിക്ക് അയച്ചു തരാം. അച്ഛൻ തരാമെന്നേറ്റ പണത്തിനു പുറമെ ഇതും കൂടി ആകുമ്പോൾ മതിയാവും. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും കൂടി ഇപ്പോൾ തന്നെ പാരീസിലേക്ക് പോകുക അസാധ്യമാണ്. ചേച്ചിയുടെ പഠിത്തം കഴിഞ്ഞ് അവിടെ ജോലി കിട്ടുമ്പോൾ അന്ന് എന്നെ പാരീസിലെത്താൻ ചേച്ചി സഹായിച്ചാൽ മതി. ഈ തീരുമാനമെടുക്കുമ്പോൾ മാരിയയ്ക്ക് വയസ്സ് 17 മാത്രം. രണ്ട് സഹോദരിമാരും ഈ കരാർ സ്നേഹത്തോടെ പൂർണ്ണമായും നിറവേറ്റുക തന്നെ ചെയ്തു. ബ്രോണിയ ചേച്ചി പാരീസിലേക്ക് പഠിക്കാൻ പോയപ്പോൾ മുൻ സൂചിപ്പിച്ച ബ്രോണിയ മാരിയ കരാർ അനുസരിച്ച് ചേച്ചിയെ സഹായിക്കാനായിട്ടാണ് മാരിയ ജോലികൾക്കായി ശ്രമിച്ചത്. കുറഞ്ഞു വന്നുകൊണ്ടിരുന്ന അച്ഛൻ്റെ വരുമാനവും സ്വന്തമായി ധനം സമ്പാദിക്കാൻ മാരിയെ പ്രേരിപ്പിച്ചു. അതനുസരിച്ച് 17 വയസ്സുകാരിയായ മാരിയ ആദ്യം കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങി. പക്ഷേ കാര്യമായ വരുമാനം ആ വഴിക്ക് കിട്ടിയില്ല. മറ്റേതെങ്കിലും ജോലി നേടിയേ പറ്റൂ. ആയി ജോലിയിൽ ചേരാനുള്ള ആ യാത്ര എൻ്റെ ബാല്യ കൗമാര കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ഓർമ്മയാണ് എനിക്ക്. ട്രെയിനിൽ കയറിയപ്പോൾ എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ദൂരെ പോവുകയാണ്. എന്തെല്ലാം അനുഭവങ്ങളാണാവോ എന്നെ കാത്തിരിക്കുന്നത്. ട്രെയിനിൽ ജനലിനടുത്ത് വിശാലമായ സമതലങ്ങൾ പിന്നിട്ടു പോകുമ്പോൾ എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു എന്ന് തൻ്റെ അക്കാലത്തെപ്പറ്റി മാഡം ക്യൂറി ആത്മകഥയിൽ എഴുതുന്നു. വർസായിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെ ഒരു പഞ്ചസാര ഫാക്ടറിയുടെ ധനികനായ ഉടമസ്ഥൻ്റെ വീട്ടിലാണ് മാരിയ ഗവേണസ് ജോലി കെട്ടിപ്പോയത്. അവിടുത്തെ ചെറിയ കുട്ടികളെ നോക്കലാണ് ആയയുടെ ജോലി. കൂട്ടത്തിൽ അവരെ പഠിപ്പിക്കുകയും വേണം. മാത്രമല്ല നിരക്ഷരരായ ഫാക്ടറി തൊഴിലാളികളുടെ കുട്ടികളെയും വല്ലതും പഠിപ്പിക്കണം. വളരെ ആത്മാർത്ഥമായി മാരിയ തൻ്റെ ജോലികൾ ചെയ്തു. ധനിക കുടുംബത്തിന് അവളെ ഇഷ്ടമായി. അവരുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ മുറി അവൾക്ക് താമസിക്കാനും നൽകി. ആ വീട്ടിലെ മൂത്ത മകൻ വാർസായിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. കസീമിയർസ് സൊർവോസ്കി എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര്. ഒരിക്കൽ ഒഴിവുകാലത്ത് വീട്ടിലെത്തിയ കാസിമിയർസ് മാരിയെ കണ്ടു. അവർ ക്രമേണ പ്രേമത്തിലായി. സൊർവോസ്കി കുടുംബത്തിന് അതിഷ്ടപ്പെട്ടില്ല. നിർധനയായ ഒരു യുവതി തങ്ങളുടെ ധനിക ഗൃഹത്തിൽ പുത്രവധുവായി വരുന്നത് അവർ സ്വാഗതം ചെയ്തില്ല. ഈ ബന്ധം മുളയിലെ നുള്ളിക്കളയാൻ അവർ രണ്ടുപേരെയും ഉപദേശിച്ചു. ഭഗ്ന പ്രണയത്തെക്കാൾ മാരിയെ ചൊടിപ്പിച്ചത് തൻ്റെ ദാരിദ്ര്യത്തെ ആ ധനിക കുടുംബം സൂചിപ്പിച്ചതാണ്. അതൊരു അപമാനമായി മാരിയ വിചാരിച്ചു. ആയിടയ്ക്ക് തൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു കത്തിൽ മാരിയ തൻ്റെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മാരിയ എങ്ങനെ ആ വീട്ടിൽ കുട്ടികളുടെ ആയിയായി തുടരും? നാണക്കേട്. പക്ഷേ നിവൃത്തിയില്ല. അവിടെ കിട്ടുന്ന ശമ്പളം അത്യാവശ്യമായിരുന്നു. പാരീസിൽ പഠിക്കുന്ന ബ്രോണിയ ചേച്ചിക്ക് പണം അയച്ചു കൊടുക്കണ്ടേ? ചേച്ചിയോടുള്ള കരാർ പാലിക്കണ്ടേ? മാരിയ അതിനാൽ സൊറോസ്കി ഭവനത്തിൽ കുറച്ചു കാലം കൂടി ആയിയായി തുടർന്നു. താമസിയാതെ മാരിയ വാർസായിലേക്ക് തിരിച്ചെത്തി. എങ്കിലും ഒരു വർഷം കൂടി പ്രൈവറ്റ് ട്യൂഷൻ, ആയപ്പണി മുതലായവ പലതും ചെയ്ത് ആവശ്യത്തിനുള്ള പണം സമ്പാദിച്ചു.
1891 ഒടുവിലായപ്പോൾ ബ്രോണിയയുടെ സഹായധനവും തൻ്റെ സ്വന്തം സമ്പാദ്യവും പിതാവ് നൽകിയ ചെറിയ ധനസഹായവും എല്ലാം കൂടിയായപ്പോൾ പാരീസ് യാത്രയ്ക്കും കുറച്ചു കാലത്തെ പാരീസിലെ താമസത്തിനും ഫീസിനും മറ്റും ആവശ്യമുള്ള തുകയായി. മാരിയയുടെ പാരീസ് സ്വപ്നം ഇതാ ഒടുവിൽ സഫലമാകുന്നു. ഭാഗം 3 ഇവിടെ അവസാനിക്കുകയാണ്. മാഡം ക്യൂറിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഞാൻ വായിച്ച ജീവിതകഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.